എൻ്റെ പേര് അനീറ്റ ഫിലിപ്പ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന തിരുവചനത്തിന് ഉത്തമ ഉദാഹരണമാണ് ഞാനും എൻ്റെ കുടുംബവും. ഞാൻ ആദ്യമായി മാതാവിനെക്കുറിച്ച് അറിയുന്നത് 2019 നവംബർ മാസം അവസാനമാണ്. അന്നു മുതൽ ഞാനും മാതാവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്നാൽ 2022 നവംബർ മാസം അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ്. ഞങ്ങൾക്ക് 2 ഇരട്ട കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാൾ ഇവാന, രണ്ടാമത്തെ ആൾ ഇസബല്ല. അവർ എൻ്റെ വീട്ടിലാണ് നിന്നുകൊണ്ടുണ്ടായിരുന്നത്. 2022 നവംബർ അവസാനം ഹസ്ബൻഡിൻ്റെ അമ്മച്ചി പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് 10 ദിവസത്തെ ലീവിനായിട്ട് നാട്ടിൽ വരേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് എന്നെ കെട്ടിച്ചു വിട്ടത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും പയ്യാവൂർക്ക് വന്നു. 10 ദിവസത്തെ അവധി കഴിഞ്ഞ് പോകുന്നതിന് 3 ദിവസം മുമ്പ് ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ പയ്യാവൂരിൽ നിന്ന് ചുള്ളിക്കരയിലോട്ട് കൊണ്ടുപോയാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചുള്ളിക്കരയിലെത്തി. ഞങ്ങൾ ഡ്രസ്സ് മാറി പിള്ളേരുമായിട്ട് കുറച്ച് സമയം മുറ്റത്തൊക്കെ കളിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും വീടിൻ്റെ അകത്തോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മമ്മിയും 2 ഇരട്ട കുഞ്ഞുങ്ങളും വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു നല്ല ഹൈറ്റിലൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ അപ്പുറത്ത് മറ്റൊരട പറമ്പാണ്. അവിടെ നിന്നിരുന്നൊരു തെങ്ങ് പ്രതീക്ഷിക്കാതെ നടുവേന്ന് പിളർന്ന് ആദ്യം കാറിൻ്റെ മണ്ടയിലോട്ട് വീണു. അതിന് ശേഷം ഇസബല്ലയുടെ ദേഹത്തോട്ട് വീണാണ് ചെയ്തത്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിലവിളിച്ച് കരയാനല്ലാതെ ഒന്നും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡ് ഓടി അവളെ ചെന്നെടുത്തപ്പോൾ അവൾ കാറിൻ്റെ അടിയിലായി പോയിട്ടുണ്ടായിരുന്നു. അവളെ കാറിൻ്റെ അടിയിൽ നിന്നാണ് വലിച്ചെടുത്തത്. ഞാനും മമ്മിയും നിലവിളിച്ച് കരഞ്ഞു. മാതാവേ, സഞ്ചാരി മാതാവല്ലേ, കൂടുതൽ പൊക്കോണം, ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ച് അവിടെ നിന്ന് കരഞ്ഞു. ആ പ്രദേശത്തുള്ളവരെല്ലാം ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ഓടി വന്നു. എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും കൂടെ അവളെ ഞങ്ങളുടെ അടുത്തുള്ള പൂടങ്കൽ എന്ന് പറഞ്ഞുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ഞങ്ങൾക്കറിയാം അവളെ അവിടെ എത്തിക്കത്തുള്ളൂ. അവളെ പെട്ടെന്ന് അവിടെ എത്തിച്ചു. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, എന്നെ അവിടെ എടുത്തൊന്ന് എത്തിക്കണം. ആ സമയത്ത് ആരും എന്നെ അവിടെ എടുത്തോട്ട് കൊണ്ടുപോകുന്നില്ല. അവസാനം എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്ന ചേട്ടനോട് ഞാൻ കരഞ്ഞു പിടിച്ച് ആ ചേട്ടൻ്റെ വണ്ടിക്ക് എന്നെ പൂടങ്കൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ നിലവിളിച്ച് കരയുന്നുണ്ട്, മാതാവേ, ഞാൻ പോകുന്ന വഴിക്ക് ആംബുലൻസ് ഒന്നും കണ്ടേക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റും. ഓൾറെഡി ഞാൻ മനസ്സും ശരീരവും ചത്തു. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ആംബുലൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. എന്തായാലും മാതാവ് അനുഗ്രഹിച്ച് പോകുന്ന വഴിയിലൊന്നും ആംബുലൻസ് കണ്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആംബുലൻസ് മേളിൽ കിടക്കുന്നത് കണ്ടു. എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വണ്ടിക്കകത്താണ് ഇവളെ കൊണ്ടുപോയത്. ഞങ്ങളുടെ വണ്ടിയുടെ മണ്ടയിലോട്ടാണ് തെങ്ങി വീണത് ആദ്യം. ആ സമയത്ത് കാറിൻ്റെ ഗ്ലാസ്, പുറകിലത്തെ ഗ്ലാസ് ശരിക്കും അടന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാറിൻ്റെ അകത്ത് ഗ്ലാസ്സും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ കൊണ്ടുപോയപ്പോൾ ഫുൾ ഹോർൺ അടിച്ചിട്ടാണ് ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് ആ വണ്ടീനെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിലെത്തി. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി. തെങ്ങ് വീണ് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ശരിക്കും 3.25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവർക്ക്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ആരും കാണിക്കുന്നില്ല, ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുക. അങ്ങനെ ഞാൻ എൻ്റെ നിലവിളി കേട്ടിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ജസ്റ്റ് കാണിക്കാം, നീ മിണ്ടരുത്, നീ മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവൾക്ക് അന്നേരത്തിന് അവൾക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനുള്ളതൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി, നീ മിണ്ടരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കിയപ്പോഴത്തേനും ഞാൻ നിലവിളിച്ച് കരഞ്ഞു. ആ സമയത്ത് അവളൊന്ന് കാലിട്ടൊന്ന് പിടച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഡോക്ടേഴ്സ് എന്നെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അന്നേരം അവരെന്നോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊരു പോറിൽ തലയ്ക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ണൂർക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കൊച്ച് പോയെന്ന് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ കണ്ണൂർക്ക് മാറ്റുന്ന അടുത്ത പരിയാരം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റുന്നില്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും അവിടുത്തെ ഒരു സ്റ്റാഫ് നേഴ്സും കൂടെ ആംബുലൻസിന് പോവുക. അന്നേരം എൻ്റെ വീട്ടുകാരും എന്നെ കൂടത്തിൽ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കത്തില്ല, എനിക്ക് അവിടെ കൂടത്തിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കസിൻ ചേട്ടൻ്റെ കാറിന് ഞാനും എൻ്റെ ബ്രദറും കൂടെ, പിന്നെ എൻ്റെ കസിൻ ചേച്ചി കൂടുതലുണ്ടായിരുന്നു. ഈ സമയത്ത് പൂടങ്കൽ ആശുപത്രി കടന്ന് നിലവിളിച്ച് കരഞ്ഞ സമയത്ത് ഏതോ ഒരു ചേച്ചി എൻ്റെ കൂട്ടത്തിൽ വന്ന് ചേച്ചിയുടെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയ ആളാണ്, നീ പ്രാർത്ഥിക്ക്. അന്നേരം എൻ്റെ കൂട്ടത്തിൽ വന്ന് ചേച്ചിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് വലിയ വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ചേച്ചിയെ ലോക്കറ്റ് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു.
ആംബുലൻസ് കൊച്ചിനെ കണ്ണൂർക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ആ സമയത്ത് കാറിന് പോവുകയാണ്. ആ സമയത്ത് ചേച്ചി ലോക്കറ്റ് തിരിച്ചു കൊടുത്തു ചേച്ചിക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്താണ് ചേച്ചി ഇങ്ങനെ പറയുന്നത്, ഇന്നതുപോലെ ഒരു ചേച്ചി എൻ്റെ ലോക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പിള്ളേരും എൻ്റെ പേരൻസും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ ദേഹത്ത് ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് എൻ്റെ കഴുത്തിൽ കിടന്ന് കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, മാതാവേ, എനിക്ക് ഇസബെല്ലാനെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും മാതാവും തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാകത്തില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരും പറഞ്ഞു പരിയാരത്ത് കയറ്റേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ കണ്ണൂർക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ കണ്ണൂർ എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റാഫ് നേഴ്സ് പറഞ്ഞു അവൾ എന്തായാലും കണ്ണൂർ എത്തത്തില്ല. ആദ്യം അവൾക്ക് പുറമെ ഒരു പൊട്ടലോ പോറലോ ഒന്നും കണ്ടില്ല, ഒരു ബ്ലഡ് വരുമോ അങ്ങനെയും ചെയ്തില്ല. പക്ഷേ പരിയാരം എത്തുന്നതിന് മുമ്പ് തന്നെ ഫുള്ള് ബ്ലീഡിങ് വരാൻ തുടങ്ങി, വായിക്കൂടെയും മൂക്കിക്കൂടെ എല്ലാം ബ്ലഡ് വന്നു തുടങ്ങി. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ചേട്ടൻ, സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ മുണ്ട് കീറിയിട്ടാണ് ബ്ലഡ് മൊത്തം തൂത്ത് തുടച്ചത്. എൻ്റെ ഹസ്ബൻഡും കൂട്ടത്തിലുണ്ടായിരുന്ന സ്റ്റാഫ് നേഴ്സും മൊത്തം ഛർദ്ദിച്ചു. പൂടങ്കലെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പരിയാരം വരെ എങ്ങനെ വന്നാലും കുറഞ്ഞത് ഒരു 1.5 മണിക്കൂർ നോർമൽ ഇതിൽ ട്രാവൽ ചെയ്യണം. പക്ഷേ ആ ആംബുലൻസ് ഡ്രൈവർ അതുപോലെ ആ കൊച്ചിനെ സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ടുകൊണ്ടായിരിക്കാം അവൻ വെറും 33 മിനിറ്റ് കൊണ്ട് ആ ചേട്ടൻ ശരിക്കും അവളെ പരിയാരത്തെത്തിച്ചു. പരിയാരത്തെ സ്റ്റാഫ് നേഴ്സിൻ്റെ അത്രയൊരു പ്രഷർ ഉള്ളതുകൊണ്ട് മാത്രമാണ്, കാരണം ഇവർ കണ്ണൂർക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു എന്തായാലും ഇവൾ കണ്ണൂർ വരെ എത്തത്തില്ല, പരിയാരത്ത് കയറ്റി നമുക്ക് സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളെ പരിയാരത്ത് കയറ്റി. അവരവിടുന്ന് സപ്പോർട്ടൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ അവളെ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോഴത്തേന് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പൂടങ്കലിൽ നിന്ന് മാതാവിൻ്റെ ലോക്കറ്റ് ഒരു ചേച്ചി കൊടുത്തു. അതുകൂടാതെ പരിയാരത്തു നിന്ന് എൻ്റെ ഒരു കസിൻ ചേച്ചി അമ്മയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു. ആ ചേച്ചിയുടെ നേർച്ച വസ്തുക്കളുണ്ടായിരുന്നു. ആംബുലൻസിലും ഇസബല്ലയുടെ ദേഹത്തോടും ആ ചേച്ചി ഉപ്പ് വെതറിയാണ് വിട്ടത്, വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വെതറി വിട്ടു. അപ്പോൾ മാതാവിൻ്റെ സംരക്ഷണം തുടക്കം മുതൽ ഇസബല്ലയുടെ കൂടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ കണ്ണൂർ ഹോസ്പിറ്റലിലെത്തി. എമർജൻസി പെട്ടെന്ന് തന്നെ അവിടെ തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്ക് ബ്ലഡ് മൊത്തം ക്ലോട്ടായി. അങ്ങനെ എമർജൻസി ക്ലോട്ടായ ബ്ലഡ് അവർ ഓപ്പറേഷൻ ചെയ്തെടുത്തു. അങ്ങനെ ഈ ഒരു സൈഡിലെ ബോൺ എടുത്ത് അവർ പുറത്ത് വെച്ചിട്ടാണ് അവർ ഓപ്പറേഷൻ നടത്തിയത്. പിന്നീട് അവർ പറഞ്ഞു അവിടെ സ്പൈനൽ കോഡിന് പൊട്ടലുണ്ട്, അവിടെ നട്ടലിന് പൊട്ടലുണ്ട്, പിന്നെ ഹിപ്പിൻ്റെ ഇവിടെ പൊട്ടലുണ്ട്, ലെൻസിന് പ്രോബ്ലം ഉണ്ട്, മൊത്തം പോയി കിടക്കുകയാണ്. ഒരു തെങ്ങ് വീണതല്ലേ, സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് മടൽ അല്ലെങ്കിൽ ഒരു തേങ്ങ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഒരു തെങ്ങ് വീണ് കഴിഞ്ഞുള്ള കൊച്ചിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടനെ അവളെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി. ഞാൻ അവളെ കണ്ടപ്പോൾ അവസ്ഥ അവിടെ മുഖം തന്നെ മാറിപ്പോയി. ഞാൻ മാതാവിന് തന്നെ അവളെ വിട്ടുകൊടുത്തു. പിന്നെ ഫെബ്രുവരി 26-ാം തീയതി അവരുടെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്ക് 26-ാം തീയതി ആകുമ്പോഴത്തേനും എനിക്ക് 2 പേരെ തിരിച്ചു തരുവാണെങ്കിൽ എനിക്ക് ഇസബെല്ലനെ തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ 4 പേരെ എടുത്തു, ഞങ്ങൾക്ക് വേണ്ട, ഇനി ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കും, നീ കൃപാസന മാതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്, ഓക്കെ ഞങ്ങളും വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് വെൻറ്റിലേറ്ററിൽ എന്നെ എൻ്റെ ഹസ്ബൻഡിനെ കയറ്റാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങളാൽ കഴിയേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ അവൾക്ക് യൂറിനറി ഇൻഫെക്ഷനായി, ബ്ലഡിൽ ഇൻഫെക്ഷനായി, മൊത്തം പിന്നെ യൂറിനൊന്നും കൺട്രോൾ ഇല്ലാതെ പോകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ബാഡായിട്ടുള്ള സിംറ്റമായിട്ടാണ് ഇവർ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, ഇനി നിങ്ങൾ തീരുമാനിക്കുക, എന്തിനും തയ്യാറായി നിന്നോ. അവർ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്ത് 5-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്, ഒരു 3:30 സമയം. 5-ാം തീയതി വൈകുന്നേരം തൊട്ട് 6-ാം തീയതി കഴിഞ്ഞു. 6-ാം തീയതിയും ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ല. അവർ പറഞ്ഞു നമുക്കൊന്നുമില്ല, പറയാനായിട്ട് ഒന്നുമില്ല, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. 6-ാം തീയതി വൈകുന്നേരം ഞങ്ങളോട് പറഞ്ഞു 7-ാം തീയതി ഒരു CT സ്കാൻ ഉണ്ട്, അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും ഇനി മുമ്പോട്ട് എങ്ങനെയാണ് എന്താ. എന്നാലും ഇവർ ഒരു പ്രതീക്ഷ, 1% പോലും ഇവർ പ്രതീക്ഷ നമ്മളോട് പറയുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതീക്ഷ പറഞ്ഞെങ്കിലല്ലേ നമുക്കും ഒരു ഇതുള്ളൂ. പക്ഷെ ഇവരൊന്നും പറയുന്നില്ല, എന്തിനും തയ്യാറായിട്ട് നിന്നോ. ആ സമയത്ത് എനിക്ക് അവിടെ ടിൻസസിനെ ഓർക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഇസബെല്ല തന്നെയാണ്, ഇസബെല്ലനെ കിട്ടിയില്ലെങ്കിൽ മുമ്പോട്ട് ജീവിതമില്ല. 10 ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നതാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. അങ്ങനെ 7-ാം തീയതി ഇവളെ സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുമ്പ് എനിക്കൊരു ഇതുണ്ടായിരുന്നു, മാതാവിൻ്റെ ഒരു ഫോട്ടോ എത്രയും വേഗം അവിടെ തലക്കിലൊന്ന് എത്തിക്കണം. അതിനു മുമ്പ് 5-ാം തീയതി തൊട്ട്
ഇവക്ക് ഞാൻ മാതാവിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മാതാവിൻ്റെ തൈലം വീട്ടിൽ നിന്ന് മമ്മി കൊടുത്തു വിട്ടു. അന്ന് തൊട്ട് ഞാൻ മാതാവിൻ്റെ തൈലം ഇവിടെ ശരീരം മൊത്തം ഞാൻ കുരിശടയാളത്താൽ അപ്ലൈ ചെയ്യുമായിരുന്നു. ആ സമയത്ത് 7-ാം തീയതി മാതാവിൻ്റെ പ്രതീക്ഷീകരണ ദിവസം, അന്ന് എൻ്റെ അനിയൻ, അവൻ UK അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, എടി ഇന്ന് മാതാവിൻ്റെ പ്രതീക്ഷീകരണ ദിവസം, നീ മുട്ടിപ്പ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ബ്രദറിനോടും കസിൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, നീ ഇനി എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞു. എന്നെ എങ്ങോട്ടും തന്നെ വിടാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഹസ്ബൻഡിൻ്റെ പപ്പായുടെ പെങ്ങളുണ്ടായിരുന്നു. ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റിയുടെ ഫോണൊന്നും എനിക്കിതാ, എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ കയറി എടുക്കണം, എന്നിട്ട് എനിക്ക് അതിൻ്റെ ഒരു കളർ പ്രിൻ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെയും കസിൻ ചേട്ടൻ്റെയും കണ്ണ് വെട്ടിച്ച് ലിഫ്റ്റ് പോലും എടുക്കാതെ ഞാൻ ഓടി, കിട്ടിയ ഫോണുമായിട്ട് ഞാൻ ഓടിയിട്ട് താഴെ ചെന്ന് അന്വേഷിച്ചു, എവിടെയാണ് ഒരു കളർ പ്രിൻ്റ് എടുത്തു തരുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഇവിടെ എടുത്തു തരും, പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല, തന്നെയല്ല സ്റ്റാഫിന് മാത്രമേ കൊടുക്കത്തുള്ളൂ, പുറമക്കാർക്ക് എടുത്ത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്ഥലം കണ്ടെത്തി അവിടെ ചെന്നൊരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ എനിക്കൊന്ന് കളർ പ്രിൻ്റ് എടുത്ത് തരാമെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, മോളെ ഇത് ഓപ്പൺ ആയിട്ടില്ല, പിന്നെ തന്നെയില്ല നിങ്ങൾക്കിത് എടുത്ത് തരാനുള്ളൊരിതില്ലെന്നും പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ആ ചേട്ടന് മുമ്പിൽ കരഞ്ഞു പറഞ്ഞു, ചേട്ടാ ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ സ്കാനിങ് ആണ്, അതിനു മുമ്പ് എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ അവിടെ തലയ്ക്ക് വെക്കണം, പിന്നെ ഒരു പ്രതീക്ഷയില്ലാതെ എൻ്റെ കൊച്ച് വെൻറ്റിലേറ്ററിൽ കിടക്കുന്നത്, എനിക്ക് ആകെ പ്രതീക്ഷ ഈ മാതാവിൽ മാത്രമാണെന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു, കൊച്ച് ഫോൺ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ കൊടുത്തു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ചേട്ടൻ ഫോട്ടോ എൻ്റെ തിരിച്ചു തന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ചേട്ടൻ കൊടുത്ത ചേട്ടൻ മേടിച്ചില്ല. ഞാൻ പറഞ്ഞു, നേർച്ച കിട്ടോ. ആ ചേട്ടൻ മേടിക്കുന്നില്ല. ചേട്ടനും കരഞ്ഞു, കരച്ചിൽ കിട്ടിട്ട് കരഞ്ഞു, നീയും പോയി പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഫോട്ടോയായിട്ട് ലിഫ്റ്റ് പോലും എടുക്കാതെ ഞാൻ സ്റ്റെപ്പ് കയറി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ ഓടുക. ആ ഓടിയ സമയത്തൊന്നും ഞാൻ എൻ്റെ കയ്യിൽ എത്ര ഫോട്ടോ ഉണ്ടെന്ന് നോക്കുന്നില്ല. ഞാൻ ഒരു ഫോട്ടോയാണ് ആ ചേട്ടനോട് ചോദിച്ചത്. അവിടെ 9-10 മണിയാകുമ്പോഴത്തേനും ഡോക്ടേഴ്സ് റൗണ്ട്സിന് കയറും. ആ സമയത്ത് പിന്നെ നമ്മളവിടെ കയറ്റത്തില്ല. അപ്പോൾ റൗണ്ട്സിന് കയറുന്നതിന് മുമ്പ് എനിക്ക് ഈ ഫോട്ടോ ഒന്ന് അവിടെ തലയ്ക്ക് വെക്കണം എന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഓടിച്ചെന്നു. സെക്യൂരിറ്റി ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇന്നതുപോലെ ഈ ഫോട്ടോ ഇന്ന് വെക്കാവോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, കൊച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം പിന്നെയും ചൊല്ലി ഫോട്ടോ കൊടുത്ത് ചേച്ചി പറഞ്ഞു, മോളെ ഡോക്ടേഴ്സ് ഇസബല്ലയുടെ അടുത്താണുള്ളത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, ഇത് കൊണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പം ഡോക്ടേഴ്സ് റൗണ്ട്സിന് കയറുന്നതിന് മുമ്പും ഇവരോട് ഒരു പുഞ്ചിരി മാത്രമേ ഉള്ളൂ, കാരണം ഇവരോടൊന്നും പുറത്ത് നിൽക്കുന്നവരോടൊന്നും പറയാനില്ല. ആ ഒരു അവസ്ഥയിലാണ് ഡോക്ടേഴ്സ് അകത്ത് കയറിയത്. ഈ ചേച്ചി, സെക്യൂരിറ്റി ചേച്ചി ആ ഫോട്ടോ കൊണ്ടുവച്ച് ആ സ്പോട്ടിൽ, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ പേഷ്യൻസിൻ്റെ കൂട്ടത്തിലുള്ളവരെ വിളിക്കുന്നത്. ആ സ്പോട്ടിൽ എൻ്റെ ബ്രദറിനെയും കസിൻ ചേട്ടനെയും വിളിച്ച് പറഞ്ഞു, അകത്തോട്ട് വരാൻ പറഞ്ഞു. എന്ത് മിറാക്കിളാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവിടെ യൂറിൻ കൺട്രോളായി. അവൾ മരുന്നിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. ആ സ്പോട്ടിൽ അവൾ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ തലയിലെ നീര്, അതൊരു മരുന്ന് വെച്ച് അവർക്ക് ഒരു പരിധി വരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് പേടിക്കത്തക്ക രീതിയിൽ ആ നീരായിട്ടില്ല. അതൊക്കെ ഒരു സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുവാന്ന് പറഞ്ഞു. അന്നേരം ആ സ്പോട്ടിലാണ്. അതുവരെ അതിൻ്റെ തൊട്ട് നിമിഷം വരെ ഡോക്ടേഴ്സിനും ഒരു പ്രതീക്ഷയില്ല, അവിടുത്തെ സ്റ്റാഫിനും പ്രതീക്ഷയില്ല, കൂട്ടത്തിലുണ്ടായിരുന്നവർക്ക് ഒരു ഇല്ലാതിരുന്നതാണ്. അപ്പം അന്ന് ആ സമയം തൊട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, നമുക്കൊരു ഹോപ്പുണ്ട്, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചോ, മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ നിമിഷം തൊട്ട് ഞാനൊരു ബുക്ക് മേടിച്ച് വചനം എഴുതാൻ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായി, മനുഷ്യന്മാരെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ എഴുതാൻ തുടങ്ങി, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ലൂക്ക 18:27. അത് ഞാൻ ഈ PIC റൂമിൻ്റെ മുമ്പിലിരുന്ന് ആരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങളിപ്പോൾ അവിടെ ബ്രെയിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, അവിടെ സ്പൈനൽ കോഡിൻ്റെയും പിന്നെ ഹിപ്പിൻ്റെയും ഞങ്ങൾ നോക്കുന്നില്ല, അതൊക്കെ പിന്നീടാണ്, ആദ്യം ബ്രെയിൻ്റെ നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ മരുന്നിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ഓക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവളെ വെൻറ്റിലേറ്ററിൽ നിന്ന് അവളെ ICUലോട്ട് മാറ്റി. ICUന്ന് 22ാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റി. ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ കുറഞ്ഞത് എല്ലാവരും വിചാരിച്ചു 1.5-2 മാസം അവൾ ഹോസ്പിറ്റലിൽ കിടക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് വെറും 22ാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റി. ഞാൻ ആ സമയത്തൊക്കെ വിശ്വാസപ്രമാണം, ഇവളെ കാണുന്ന സമയത്ത് മൊത്തം വിശ്വാസപ്രമാണം ചെയ്ത് തൈലം തേക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഫോട്ടോ തലയ്ക്കലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വചനം എഴുതിയിട്ട് അവിടെ തലയ്ക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനവും ഞാൻ അവിടെ തലയ്ക്കൽ ഒരു ഫയലിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കുറഞ്ഞത് ഇവർക്ക് ഒരു 6 മാസം വരെ സമയം കൊടുക്കണം, കാരണം ഇവൾ മൊത്തം
മൊത്തം ഇത് പ്രോബ്ലം ആണല്ലോ. 6 മാസം വരെ സമയം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എത്ര സമയം വേണമെങ്കിലും കൊടുക്കാം, ഏത് കോലത്തിലും ആയാലും ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾക്ക് ജീവനോടുകൂടി ഇവളെ തന്നെ തിരിച്ചു കിട്ടണം. കാരണം ഇവക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവളെ തിരിച്ച് കിട്ടിയേ മതിയാവത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞ് ഇവൾ പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പെട്ടെന്ന് ഇവൾ ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ തുടങ്ങി. ഡോക്ടേഴ്സും ഭയങ്കര ഹാപ്പിയും. അങ്ങനെ 22ാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ റീഹാബ് സെൻറ്ററിൽ പോകണം, കാരണം ഫിസിയോതെറാപ്പി ചെയ്യണം, സ്പീച്ച് തെറാപ്പി ചെയ്യണം. ആ സമയത്ത് ഇവൾ അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല, സൗണ്ട് പുറത്തോട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞായിരുന്നു, ഇത് ബ്രെയിനെ ബാധിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓർമ്മശക്തി, കാഴ്ച, കേൾവി, എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ സമയം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൾ എന്നാ പറയുക, പെട്ടെന്ന് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ ഇവിടെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ റീഹാബ് സെൻറ്ററിൽ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഡോക്ടറെ അവൾക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, അവളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ വീട്ടിൽ ചെന്ന് ഇവാന, അവിടെ ട്വിൻ സിസ്റ്റർ ഇവളുമായിട്ട് ഭയങ്കരമായിട്ട് എന്നാ പറയുക, അവളെ കെയർ ചെയ്യുന്നു, അവളെയും കൊണ്ട് സംസാരിപ്പിക്കുന്നു. എന്നെക്കഴിഞ്ഞും ഒരു പക്ഷേ ബന്ധം അവർ തമ്മിലായതുകൊണ്ടായിരിക്കാം അവളിലൂടെ ഇവൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി. അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വയനാട്ടിലുള്ളൊരു റീഹാബ് സെൻറ്ററിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മാത്രം പ്രോബ്ലം ഒന്നും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഇവക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലാസ്റ്ററൊക്കെ ഒരാഴ്ച കൊണ്ട് ഇവൾ പൊട്ടിച്ച് കളഞ്ഞു നടന്നിട്ട്. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയും കളിച്ച് ഒരാഴ്ച കൊണ്ട് ആ പ്ലാസ്റ്ററൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിന്നീടെല്ലാം ഇവക്ക് എല്ലാ കാര്യത്തിലും ഇവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആകാൻ തുടങ്ങി. ഇവർക്ക് ഓർമ്മശക്തി, ഞങ്ങൾക്ക് അതൊക്കെ പേടിയായിരുന്നു. ഇവർക്ക് ഒരു ഓർമ്മക്കുറവില്ല, സ്പീച്ചിന് കുഴപ്പമില്ല. പിന്നെ അവിടെ മൂവ്മെൻറ്റ്സ്, കൈകാലുകളെല്ലാം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇവൾ 1 മാസം കൊണ്ട് ഏകദേശം ഇവൾ ഓക്കെ ആയെന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ തലയ്ക്ക് നീരുള്ളത് കൊണ്ട് നമ്മളിച്ചിരി സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. തല ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവൾ കൂടുതൽ സമയം ഞങ്ങൾ കടത്തുമായിരുന്നു കട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഒരാഴ്ചയ്ക്ക് ശേഷം ഇവൾ രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയോട് പറഞ്ഞു, അമ്മാമ്മേ എൻ്റെ അടുത്ത് കൃപാസന മാതാവ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം ഇവർ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, എപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇത്രയും ഇഞ്ചറി പറ്റിയൊരു കുഞ്ഞാണ്, കാരണം ബ്രെയിനെ ബാധിച്ചു, തലയോട്ടിക്ക് പൊട്ടൽ, ഇതെല്ലാം ബാധിച്ച കുഞ്ഞ് ഇങ്ങോട്ട് പറയാണ്, അമ്മാമ്മേ എൻ്റെ അടുത്ത് ആശുപത്രി വെച്ച് കൃപാസന മാതാവ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മമ്മി ഞങ്ങളെല്ലാവരും വിളിച്ചു, ദേ കൊച്ചി കൃപാസന മാതാവിനെ കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം വന്നപ്പോൾ മമ്മി അവളോട് ചോദിച്ചു, ഇസബല്ല മാതാവ് എങ്ങനെയാണ് വന്നേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മാതാവ് കടലിൻ്റെ മേളിൽ കൂടെ വന്നേന്ന് പറഞ്ഞു. അന്നേരമാണ് വീട്ടിലുള്ള ഫോട്ടോ ഞങ്ങൾ നോക്കുമ്പോൾ നേരാണ് മാതാവിൻ്റെ പിറകെ തിരമാല ഇങ്ങനെ അടിക്കുന്നൊരിതുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമായി. അപ്പം മമ്മി ചുമ്മാ ചോദിച്ചു, മാതാവിൻ്റെ കയ്യിൽ എന്നതാ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു, ആ 3.25 വയസ്സുകാരത്തി കുഞ്ഞാന്ന് പറഞ്ഞു. അവൾ പറയാം ഭൂമി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, അവൾ ഭൂമി എന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് അന്നേരം ഭയങ്കര വിശ്വാസമായി, ഇത് മാതാവ് ഇടപെട്ട കുഞ്ഞ്. അറിയാം, കാരണം ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ലാതെ പോയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് മാതാവ് തിരിച്ചു തന്നെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവൾ ഇങ്ങോട്ട് ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി കൃപാസന മാതാവ് അവിടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് തന്നെ. അതുപോലെ തന്നെ മമ്മി ചോദിച്ചു, അന്നേരം വേറെ ആരെ ഇസബല്ല വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഈശോയും വന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ ഈശോ എങ്ങനെ വന്നു, ഈശോ എന്നതാ ഈശോയുടെ കയ്യിലുണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ കാണിച്ചു. ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരവും ഇല്ല കേട്ടോ. ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ ഞാൻ സത്യമാണ് പറയുന്നത്. അവൾ കൃപാസന മാതാവിനെ കണ്ടെന്നും പറഞ്ഞു, കടലിൻ്റെ മേളിൽ കൂടെ വന്നതെന്നും പറഞ്ഞു, മാതാവിൻ്റെ കയ്യിൽ ഭൂമിയായിരുന്നെന്നും പറഞ്ഞു, ഈശോ വന്നു, ഈശോ അവളെ ഇങ്ങനെ കാണിച്ചെന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞു. പിന്നീട് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത് ഇസബല്ല കണ്ണു തുറക്കുന്നുണ്ടോ, ഇസബല്ല നടക്കുന്നുണ്ടോ എന്ന്. കാരണം അതായിരുന്നു അവിടെ സിറ്റുവേഷൻ. പക്ഷേ മാതാവിലൂടെ അവൾക്ക് മൊത്തത്തിൽ അവളിപ്പം ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാവരും തിരിച്ചറിയുന്നു. ഞങ്ങൾക്കറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആ ഒരു ഫോട്ടോ വെച്ചപ്പോൾ തൊട്ടാണ് ഇവൾക്ക് ഇത്രയും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഞാനും എൻ്റെ കുടുംബവും മാതാവിന് നിത്യസാക്ഷിയായിട്ട് ജീവിക്കും. അതോടൊപ്പം തന്നെ ആ സമയം മുതൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ പറഞ്ഞു, ആ വീട്ടുകാരെ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നും ഒത്തിരി ക്യാഷൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ എവിടെ നിന്നാണ് ക്യാഷ് മാതാവ് അറേഞ്ച് ചെയ്തതെന്ന് അറിയത്തില്ല. എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് 1 കോടി രൂപയായോ എന്നൊക്കെ ചോദിച്ചു ഹോസ്പിറ്റലിൽ. സത്യം പറഞ്ഞാൽ 15 ലക്ഷം രൂപ പോലും ആയിട്ടില്ല. കാരണം നമ്മൾ അതിൽ കൂടെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ര ഒന്നും ആക്കാതെ നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒത്തിരി പേര്, ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാരാണ് ഞങ്ങളെ സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ, വിദേശത്തും സ്വദേശത്തും ഉള്ളവർ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ
ക്രിയേറ്റ് ചെയ്തു പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കറിയത്തില്ല എവിടെ നിന്നൊക്കെ വേണ്ടിയാ ഇസബല്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്നും. ആ ഒരു സമയത്ത് ഇസബല്ല എന്നുള്ള പേരായിരുന്നു ഈശോയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈശോ ഞങ്ങൾക്ക് പോയ കൊച്ചിനെ എല്ലാവരും മേടിച്ച് തിരിച്ചു തന്നു തന്നെ പറയാം. തിരുക്കുമാരനും മാതാവിനും കോടാനുകൂടി നന്ദി. ചക്കരയുമ്മ.